അനധികൃതമായി ജോലി നൽകിയ ജീവനക്കാരന്റെ വേതനം വയനാട് സൗത്ത് മുൻ ഡിഎഫ്ഒ ഷജ്ന കരീമിൽ നിന്ന് തിരിച്ചുപിടിക്കണമെന്ന ഫയൽ സെക്രട്ടേറിയറ്റിൽ പൂഴ്ത്തി. വിശദമായ പരിശോധനയ്ക്ക് അയച്ച ഫയലിലാണ് വനംവകുപ്പ് അഡീഷണൽ സെക്രട്ടറി രഹസ്യമായ അന്വേഷണം അവസാനിപ്പിച്ചത്. ക്രമക്കേടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വനം മന്ത്രിക്ക് പരാതി ലഭിച്ചിട്ടുണ്ട്. 56 വയസ്സ് കടന്ന ഒറ്റൊരാൾക്കും പ്രത്യേക അനുമതിയില്ലാതെ വനംവകുപ്പിൽ ജോലി നൽകരുതെന്ന ഉത്തരവാണിത്. 2021 സെപ്റ്റംബർ മാസം പുറത്തിറക്കിയ സർക്കാർ ഉത്തരവാണ് സൗത്ത് വയനാട് മുൻ ഡിഎഫ്ഒ ഷജ്ന കരീം നഗ്നമായി ലംഘിച്ചത്. വനംവകുപ്പിൽ നിന്ന് സീനിയർ ക്ലർക്കായി വിരമിച്ച 66-കാരൻ എൻ പ്രഭാകരന് ഷജ്നയുടെ ശുപാർശ പ്രകാരം സൗത്ത് വയനാട് ഡിവിഷനിൽ ജോലി നൽകി. പ്രഭാകരന് മുൻപും താൽക്കാലിക നിയമനം നൽകിയിരുന്നുവെന്ന് കാട്ടിയാണ് ഷജ്ന പുനർനിയമനത്തിനായി ഇടപെട്ടത്. 2021 ഡിസംബറിൽ നിയമനം നൽകിയ പ്രഭാകരനെ സർക്കാരിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്ന് 4 മാസങ്ങൾക്ക് ശേഷം പിരിച്ചുവിടേണ്ടി വന്നു. ഈ കാലയളവിൽ നൽകിയ ശമ്പളം ഷജ്നയിൽ നിന്ന് തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ സർക്കാർ തുടങ്ങിയിരുന്നു. ഇത് സംബന്ധിച്ച ഫയലാണ് സെക്രട്ടേറിയറ്റിൽ മുക്കിയത്. വിശദമായ പരിശോധനയ്ക്ക് അയച്ച ഫയൽ വനംവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയാണ് ഒരറിയിപ്പും കൂടാതെ അവസാനിപ്പിച്ചത്. പ്രഭാകരന്റെ അനധികൃത നിയമനത്തെ ചൊല്ലി നിരവധി പരാതികൾ വനമന്ത്രിക്ക് ലഭിച്ചിരുന്നു. വൻ സാമ്പത്തിക തിരിമറി കണ്ടെത്തിയ ചെമ്പ്ര വനസംരക്ഷണ സമിതിയിലും പ്രഭാകരന് ചുമതലയുണ്ടായിരുന്നു എന്നാണ് വിവരം. ചെമ്പ്ര തട്ടിപ്പിൽ പ്രത്യേക അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ ഇക്കാര്യത്തിലും വിശദമായ അന്വേഷണത്തിന് തയ്യാറായേ തീരൂ. റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.